പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഓഗസ്റ്റ് 19 എൻ്റെ സർജറി കഴിഞ്ഞ ആ ഒരു ദിവസത്തെ കുറിച്ചാണ്. അന്ന് തലേ ദിവസം ഞങ്ങൾ അവിടെ വന്ന് അഡ്മിറ്റ് ആയതും ബാക്കിയുള്ള വിശേഷങ്ങളും ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയായി. സാധാരണ പോലെ തന്നെ നഴ്സുമാരൊക്കെ വന്നു. അവര് ടെസ്റ്റിനുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. പിന്നെ അന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ, സർജറിക്ക് മുൻപായിട്ട് നമ്മൾ തലേ ദിവസം കഴിച്ചതായിരുന്നില്ലേ, അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഏകദേശം ഒരു 11:30-12 കൂടി പിന്നെ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന അവർ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കാത്തിരിപ്പായിരുന്നു. അതുവരെ ഇല്ലാത്ത ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 10 മണിയോട് കൂടിയിട്ട് ആദ്യം അമ്മയാണ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനവിടെ ബെഡിലിങ്ങനെ കിടക്കുന്ന സമയത്താണ് അമ്മയെ അതായത് അമ്മ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് മോളെ കാണണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞ് അവർ അമ്മേൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനവിടെ കിടന്ന് അമ്മ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ആ ഒരു തിയേറ്ററിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കോളുടെ കുരി വെച്ച് ആ ഒരു വേഷത്തിൽ ഞാൻ അമ്മയെ കണ്ടപ്പോൾ അത്രയും ടൈമും ഇല്ലാത്ത ഒരു എന്താ പറയാ ഒരു ഇടങ്ങേറിയിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അമ്മയെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഞാനോ ചേച്ചിയോ ഞങ്ങൾ രണ്ടുപേരും നോക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഈ ഒരു ഡ്രസ്സിൽ ഞാൻ അമ്മയെ കണ്ടിട്ടുമില്ല. എനിക്ക് അമ്മയുടെ പ്രായം ഞാൻ പറഞ്ഞിരുന്നു 61 വയസ്സാണെന്നുള്ളത്. ആ ഒരു പ്രായത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വേഷത്തിൽ അമ്മയെ കാണുന്നത്. അമ്മേൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പിന്നെ പോകാനുള്ളതായി, ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ അമ്മേൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അമ്മ അത് കഴിഞ്ഞ് അമ്മ ആ സ്ട്രക്ചറിൽ കിടത്തിയിട്ട് അവർ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നൊരു സീന് എങ്ങനെ പറയണ്ടേ എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു കുറച്ച് ടെൻഷനുണ്ട്. കാരണം ഞാൻ കാരണമാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് ആലോചിച്ചിട്ട്, ഇത്രയും പ്രായത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞാൽ തീരാത്ത, എങ്ങനെ എനിക്ക് പറയേണ്ടതല്ല, അത്രയും ടെൻഷനായി. അതുവരെയൊക്കെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ അവരോട്, ചേച്ചീനോടും അതുപോലെ ഹസ്ബൻഡിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മയെ ആ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന സീനിലാണ് എനിക്ക് ചെറുതായി ടെൻഷൻ തുടങ്ങി. അങ്ങനെ അമ്മയെ അവർ ആദ്യം തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഒരു 11:30 അവനോട് കൂടിയിട്ട് എനിക്കും നഴ്സുമാർ ഇതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. കൊണ്ടുവന്നു. ഞാൻ ആ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവരും എന്നെ ഇതുപോലെ തന്നെ സ്ട്രെച്ചറിലേക്ക് കിടത്തി അവരുടെ മാസ്കും അതുപോലെ തന്നെ ആ ക്യാപ്പൊക്കെ ഇട്ട് ആ ഒരു സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് എൻ്റെ കുട്ടികളെ കുറിച്ചാണ്. എനിക്ക് അവരെ കാണാൻ പറ്റാത്തൊരു വിഷമമൊന്ന്. രണ്ടാമത് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു. ഇപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞാല് എല്ലാവരോടും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ആരും വരാതിരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി എനിക്ക് ഹസ്ബൻഡിന്റെ ചേച്ചിയും അവരെ ഏട്ടനും അവിടുന്ന് അച്ഛനും അതേപോലെ തന്നെ എൻ്റെ അമ്മാവനും അമ്മായിയും പിന്നെ എൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരും സാറൊക്കെ അവരൊക്കെ അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുകൂടി അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇനിയിപ്പോ ഈ വാർഡിലേക്ക് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ പോകുന്ന പോക്കില് തിയേറ്ററിലേക്ക് കയറുന്ന കേട്ടില് ജസ്റ്റ് ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ വന്നത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അമ്മയ്ക്ക് കുട്ടികളെ 3 പേരില്ലേ, അവരെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ എന്നെ കിടത്തി ആ ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ലിഫ്റ്റിലേക്ക് ആ സ്ട്രെച്ചർ തിരിയുന്ന സമയത്താണ് അവര് എന്നെ കാണുന്നത്. ജസ്റ്റ് വിട്ടു നിന്ന് അവരെന്നെ കാണും. അവിടുന്ന് ഞാൻ എന്നെ അങ്ങനെ കയറ്റുന്ന സമയത്ത് എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതുവരെ ഞാനിങ്ങനെ നിന്നിട്ടും എനിക്ക് അവിടുന്ന് അങ്ങോട്ട് പിന്നെ എങ്ങനെ പറയണ്ടേ അറിയില്ല. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ലാന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വിഷയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തിയേറ്ററിൽ കയറുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. കാരണം അങ്ങോട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ കയറുകയാണ്. തിരിച്ചെങ്ങനെ ഇറങ്ങും നമുക്കറിയില്ല, ഒന്നും അറിയില്ല. കാരണം നമ്മൾ കേൾക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ ഈ ഒരു കാര്യം നല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ ഞാനും
പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം അവിടെ ഞാനും ഒരു നെഗറ്റീവാണ് ചിന്തിച്ചിട്ടോ. കാരണം ഈ കേറിയ പോലെ തിരിച്ചെനിക്ക് എന്നെ ഇറക്കണേ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുട്ടികൾക്ക് ഞാനില്ലാത്തൊരവസ്ഥ എനിക്ക് ചിന്തിക്കാൻ വയ്യ. പിന്നെ ഞാൻ അതിന്റെ മുൻപ് ഒരുപാട് തവണ പറഞ്ഞു, അമ്മയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പിന്നെ എല്ലാവരും, ചേച്ചിമാരും എല്ലാവരും എനിക്ക് വേണ്ടി, പിന്നെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബമായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, അറിയാത്ത ഒരുപാട് ആളുകളായിക്കോട്ടെ, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ട് എല്ലാം ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ആ തിയേറ്ററിലേക്ക് കയറുന്നത്. കയറാൻ നേരത്തെ ഇതുപോലെ ഹസ്ബൻഡിന്റെ കയ്യിലൊന്ന് പിടിച്ചു കേട്ടോ. ആളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഇതിലിങ്ങനെ തട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് തിയേറ്ററിലേക്ക് തന്നെ കയറ്റി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അനസ്തേഷ്യ ചെയ്തവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അനസ്തേഷ്യ ചെയ്ത് ആ ഒരു മയക്കുന്നൊരു അവസ്ഥ അവിടെ അങ്ങനെ പിന്നെ ഞാൻ ഉണരുന്നത് ഒരു 12 മണിക്ക് എന്നെ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് ഒരു 6 മണിയോട് 5:45 6 മണിയോട് കൂടിയാണ് എന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കിയത്. അപ്പോഴൊന്നും എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. തിരിച്ച് ഇറക്കി അവർ നേരെ ICUവിലേക്കാണ് കൊണ്ടുവന്നത്. ICUവിലേക്ക് കൊണ്ടുവന്ന് ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും എനിക്ക് ഓർമ്മയൊക്കെ കിട്ടിയിട്ടോ. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മള് ആകെ എന്താ പറയാ, ഫുള്ള് ട്യൂബിലാണ്. അതിപ്പോ ECG ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഇനിയിപ്പോ യൂറിൻ ബാഗ്, മറ്റേ വേറൊരു എന്താ പറയാ 2 ഇതുണ്ട്. ഒന്ന് ബ്ലഡിന്റെ കിഡ്നീന്റെ ഒരു, ഞാൻ പേര് മറന്നുപോയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മള് 2 ബാഗ് ഉണ്ട്. പിന്നെ അതിൽ സർജറി ഒരു ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ഇവിടെ ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആ ഡയാലിസിസിന്റെ ആ ഒരു ട്യൂബ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഘടിപ്പിച്ച് നമ്മളൊരു മെഷീനുകളുടെ ഇടയിൽ കിടക്കുന്നൊരവസ്ഥ അല്ലേ, അതേപോലെ തന്നെയായിരുന്നു ICUവിൽ. അവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ICUവിൽ കയറ്റി പിന്നെ ഒരു 6:30 ആകുമ്പോൾ അവർക്ക് ICUവിലേക്ക് ആർക്കും കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീട്ടുകാർ നമ്മളെ പിന്നെ വീഡിയോ കോൾ വഴി വിളിക്കുക ചെയ്യാം. അവരവിടെ താഴെ വന്നിട്ട് അവർക്ക് പ്രത്യേക റൂമൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു 6:30 7 മണിയോട് കൂടിയിട്ട് പിന്നെ എല്ലാവരും അങ്ങനെ തിരിച്ചുപോയി. ചേച്ചിയും അതേപോലെ തന്നെ ഹസ്ബൻഡും ഇതേപോലെ അവരവിടെ വന്ന് എന്നെ വിളിച്ചു, വീഡിയോ കോൾ ചെയ്തു. പക്ഷെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ആ ഒരു മയക്കുണ്ടായിരുന്നല്ലോ. ഞാൻ കുറച്ച് നേരം അങ്ങനെ ബെഡിൽ നിന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. പിന്നെ അധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഫോണ് കട്ട് ചെയ്യുക ചെയ്തത്. അന്ന് തന്നെ അമ്മയുടെ കാര്യമാണെങ്കിലും അമ്മ അത് കഴിഞ്ഞിട്ട് നേരെ വേറെ ICUവിലേക്ക് തന്നെയാണ്, പക്ഷെ രണ്ടും 2 ICU ആണ്. അപ്പം അമ്മയെ നേരെ അതുപോലെ അവിടെ കൊണ്ടുപോയി. പിന്നെ അമ്മയെ അതേപോലെ തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്തതിന് ശേഷമാണ് ചേച്ചിയും ഹസ്ബൻഡും കൂടെ അമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ICUവിൽ ഒരു 4 ദിവസം, ചൊവ്വ അതുപോലെ തന്നെ ബുധനും വ്യാഴം വെള്ളി 4 ദിവസം. അവിടെ പിന്നെ നമുക്ക് ഒന്നും തിരിഞ്ഞടക്കാനോ ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. മൊത്തത്തിൽ നമുക്ക് എന്താ പറയാ, സർജറി കഴിഞ്ഞിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥ. ഇനി ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, ഇപ്പൊ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ കിഡ്നി എന്ന് പറയുമ്പോൾ നമ്മളെ പുറവശത്ത് അല്ലെ, അതിൽ ഒരെണ്ണം മാറ്റിയിട്ട് അവിടെയാണ് നമ്മളെ പുതിയ ആ ഒരു അവയവം നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്യുന്നത് ചില ആളുകൾക്ക്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ, സത്യത്തിൽ അങ്ങനെയാണെന്നുള്ളത് കറക്റ്റ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ചെയ്ത സമയത്ത് എനിക്ക് വലതുഭാഗത്ത്, എൻ്റെ വയറിന്റെ വലതുഭാഗത്ത് ഇവിടെയാണ് എനിക്ക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം ശരിക്കും ചെയ്തു കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ലൊരു മുറിവാണ്, നമുക്കൊരു കോർത്തിരിക്കുന്ന പോലെ ഒരവസ്ഥ. അത് അങ്ങനെയായിരുന്നു ആ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് ചെരിയാനോ കാര്യങ്ങളോ ഒന്നും കഴിയില്ല. ഇവിടെ അതുപോലെ തന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് ചെരിഞ്ഞ് കിടക്കാനുള്ളൊരു സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അറിയാലോ, നമുക്ക് ഒരു യൂറിൻ ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിലും കാര്യങ്ങളൊന്നും പോകണ്ട, ടോയ്ലറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ 1-2 ദിവസം തന്നെ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ നമുക്ക് വെള്ളമായിട്ടും ബിസ്ക്കറ്റ്, വെള്ളം അല്ലെങ്കിൽ പൊടിയരിയുടെ ആ ഒരു ഇത് ആ രീതിയിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണം 3-ാമത്തെ ദിവസമാണ് ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് കേട്ടോ. ഭക്ഷണം ചെറുതായിട്ട് കഴിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരവിടുന്ന്. ഇനി ICUവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പറയും, നഴ്സുമാർ
നഴ്സുമാര് മാലാകമാരാണെന്ന് പറയില്ലേ. ഇത്രയും കാലം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. കാരണം ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെ അനുഭവം നമുക്ക് വരുമ്പോഴാണല്ലോ, അവര് നമ്മളെ നോക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുമ്പോൾ ആ സമയത്താണ് നമ്മൾ അവരെ മഹത്വം മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ മിംസ് ഹോസ്പിറ്റലിൽ എനിക്ക് പറയാനുള്ളത് അതാണ് കേട്ടോ. എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവും, പക്ഷെ ഞാനിപ്പോ ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ പൊതുവെ അവര് ഐസിയുവിലെ കുട്ടികൾ നമ്മളെ നോക്കിയത്, ഐസിയുവിലെ കുട്ടികള് എന്നെ നോക്കിയത് ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇതിന്റെ മുന്നേ കഴിഞ്ഞ അൻസിൽ അവന് തൊട്ടടുത്ത ഐസിയുവിൽ അവനുണ്ട്. പിന്നെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു ചേച്ചിയുണ്ട്, എനിക്ക് അവരെ പരിചയമില്ല. ഞങ്ങൾ 3 പേരായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അന്നാണോ അവർ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അന്നല്ല, അവര് 2 സർജറി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുൻപ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ ഞങ്ങള് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികള് നഴ്സുമാര് എത്ര ഭംഗിയോട് കൂടിയെന്ന് അറിയാം അവര് നമ്മളെ കെയർ ചെയ്യുന്നത്. ഒരു മടിയില്ലാതെ നമ്മളെല്ലാ കാര്യങ്ങളും അവര് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതില് ഐസിയുവിന്റെ പുറത്ത് പിന്നെ ഒരു ടേബിളൊക്കെ ഇട്ട് അവരിയ്ക്കുന്നുണ്ട്. ഓരോ സമയത്ത് നമ്മളെ വന്നിട്ട് ഓരോ കാര്യങ്ങളും അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവര് നമ്മളെ നോക്കുന്നത് കണ്ടാലേ, നമ്മളിപ്പോ സാധാരണ നമ്മൾ പറയില്ലേ നമ്മളെ കുട്ടികളെ വലുതാകുമ്പോൾ നമ്മളെ നോക്കുന്നുള്ള ആ ഒരു ഇതില് എങ്ങനെ പറയേണ്ട എനിക്കറിയില്ല. ആ കുട്ടികൾ അത്രയും മാറി, അവര് ഷിഫ്റ്റാണ്, മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ഓരോ കുട്ടികളെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷെ അവര് എന്ത് ഭംഗിയായിട്ട് അവര് ചെയ്യുന്നതെന്നറിയോ. അപ്പൊ എല്ലാരും പറയും നമ്മള് സാലഡ് കൊടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ പല ആളുകളും പറയും. പക്ഷെ ഞാൻ പറയുന്നത് സാലഡ് കൊടുത്താലും ആത്മാർത്ഥതയോട് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്ന തമ്മിൽ രണ്ടാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ആ കുട്ടികള് നല്ല കുട്ടികളായിരുന്നു. അവരെ ചേച്ചി ഒരു ടെൻഷനും വേണ്ട, ഒരു പെണ്ണ് നമ്മളെ ഫുൾ റിലാക്സ് ചെയ്തിട്ട് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട, ഇതൊക്കെ ശരിയാവും, ചേച്ചി പഴയ പോലെ തന്നെ റെഡിയാവും, ഇപ്പത്തെ ഈ വേദനയും കാര്യങ്ങളൊക്കെ മാറും, ഒരു ടെൻഷനും വേണ്ട കേട്ടോ, ഞങ്ങളൊക്കെ അല്ലേ എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ എന്നുള്ള രീതിയിൽ അവര് നമ്മളെ അത്രയും കെയർ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു 4 ദിവസം സാധാരണ നമ്മൾ എല്ലാം കഴിഞ്ഞ റൂമിലേക്ക് വരുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ആ കിടന്ന കിടപ്പിൽ ഇങ്ങനെ തിരിയാതെയും ചിരിയാതെയൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയിൽ എന്താ പറയാ, അതും നമുക്കൊരു അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഈ 4 ദിവസം ആ കിടന്ന കിടപ്പില്. പക്ഷെ അവര് വരും, നമുക്കുള്ള ഭക്ഷണം കാര്യങ്ങൾ തരുന്നുണ്ട്, മരുന്നുകൾ തരുന്നുണ്ട്. നമ്മളെ രാത്രിയാകുമ്പോൾ നമ്മളെ ഫുൾ അവർ കുളിപ്പിക്കുന്നുണ്ട്, മേല് കഴുകി, തല നനയ്ക്കുന്നില്ല, മേലൊക്കെ അവരെന്നെ എല്ലാം നമ്മളൊന്നും അറിയണ്ട, അവരങ്ങനെ ഫുള്ള് തുടപ്പിച്ച് കഴുകിച്ച് വൃത്തിയാക്കി നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഐസിയുവിന്റെ ഉള്ളിൽ നമുക്ക് ആരോടും വിളിക്കാനും പറയാനൊന്നും പറ്റില്ല. നമ്മളങ്ങനെ ആ ഒരു ഇതിലെങ്ങനെ കിടക്കല്ലേ. അവിടെ TV ഉണ്ടായിരുന്നു. അപ്പോൾ TV അങ്ങനെ പാട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് നമ്മളാ കിടന്ന ആ ബെഡിൽ അങ്ങനെ കിടന്നതിങ്ങനെ കാണാം. അങ്ങനെ ഒരു 4 ദിവസം എങ്ങനെയാ എന്താ പറയാ, നമ്മള് ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലെ അത്രയും ടെൻഷൻ അടിച്ച അല്ലെങ്കിൽ ഇടങ്ങേറായ കുറച്ച് ദിവസം, ഇടങ്ങേറെന്ന് പറയാം ഈ കാര്യം വെച്ചിട്ട്. പിന്നെ എനിക്ക് ഏറെ ടെൻഷൻ എന്താ അറിയോ, അമ്മയുടെ കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നു. കാരണം അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ അമ്മയെ കാണുകയാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ അമ്മയെ കാണാതെ ഞാൻ നിൽക്കുന്നത്. ഞങ്ങള് ചൊവ്വാഴ്ച രാവിലെ ഞാൻ അമ്മയെ കണ്ടിട്ട് പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അത് ഒന്നാമത് ഈ ഒരു സർജറി അല്ലാതെ നിൽക്കുന്ന അവസ്ഥ പോലെ അല്ലല്ലോ. അമ്മയ്ക്ക് ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയെ കാണാതെ നിൽക്കുമ്പോൾ അത് അത്രയും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിക്കുന്ന സമയത്ത് ചോദിച്ചു, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, അമ്മേനെ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവിടെ അമ്മയും ചേച്ചിയും ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഹസ്ബൻഡാണ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഐസിയുക്ക് ആരെങ്കിലും ഇല്ല. അപ്പൊ ഞങ്ങൾ അടുത്ത വീട് എടുത്തല്ലേ, അപ്പൊ ആ വീട്ടില് ഞാൻ പറയുന്ന ഈ വീട്ടിലേക്കാണ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഹസ്ബൻഡ് ഇവിടെ നിൽക്കും, പിന്നെ രാവിലെ അവിടെ വരും, ചേച്ചി കൂടെ വന്ന് ആ റൂമിൽ വന്ന് വീഡിയോ കോൾ ചെയ്യും. രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും 2 സമയമാണ് അവർ അനുവദിച്ചു തന്നിട്ടുള്ളത്. ആ 2 സമയവും വിളിക്കും. പിന്നെയുള്ള ഒരു പ്രതീക്ഷ എന്താണെന്നറിയോ, അവിടെ കിടക്കുമ്പോൾ ഇവര് 6 മണിക്ക് നമ്മളെ വിളിക്കുമല്ലോ. വേറെ ആ വിളിക്കുന്ന സമയം പിന്നെ കാത്തിരിക്കില്ലായിരുന്നു. രാവിലെ 6 മണിയാകുമ്പോൾ അവര് കറക്റ്റ് വിളിക്കും. എന്നിട്ട് അവരോട് കറക്റ്റായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെ വൈകിട്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വൈകിട്ട് 6 മണിക്കാണ്. പിന്നെ വൈകിട്ട് 6 മണിക്ക് അവർ വിളിക്കും, അവരോട് സംസാരിക്കും. അങ്ങനെ ആ ഒരു രീതിയിൽ അത് കഴിഞ്ഞ് കറക്റ്റ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നേരെ
അപ്പോഴേക്കും പിന്നെ ചെറിയ രീതിയിൽ ആ ഒരു തലേ ദിവസം തന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്നും നടക്കും, കാരണം ഭയങ്കര പെയിനാണ്. അപ്പം ജസ്റ്റ് ആ മുന്നിൽ കൂടെ നമുക്ക് 1-2 റൗണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അവർ കേട്ടോ. അവർ എന്നെ പിടിച്ച്, അവർ 2 പേരുണ്ട്, അവർ ഹെൽപ്പ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിലൂടെ നടന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്താ പറയുക, ആ ഒരു ICUവിൽ നിന്ന് പിന്നെ ഡിസ്ചാർജ് ആവുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ്. വെള്ളിയാഴ്ച ഉച്ചയോട് കൂടിയിട്ട് എന്നെ ട്രാൻസ്പ്ലാന്റിന്റെ ആ ഒരു വാർഡിലേക്ക്, ആ റൂമിലേക്ക് മാറ്റുകയാണ്. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.